ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ മാറ്റിമറിച്ച ബാഹുബലിയുടെ റിലീസോടെയാണ് പ്രഭാസ് മലയാളികൾക്കും പ്രിയപ്പെട്ട റെബൽ സ്റ്റാർ ആകുന്നത്. അതിനുമേറെ മുൻപ് തന്നെ പ്രഭാസ് ഒരു താരമായിരുന്നെങ്കിലും ഒരു തെലുങ്ക് നടനിൽ നിന്ന് പാൻ ഇന്ത്യൻ മുഖമായി അദ്ദേഹം മാറുന്നത് ഈ ചിത്രത്തിന് ശേഷമാണ്. തുടർന്ന് പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം ആദ്യ ദിനം തന്നെ വൻ കളക്ഷൻ സ്വന്തമാക്കി. സലാറും കൽക്കിയും ആ ജനപ്രീതി ഇരട്ടിയാക്കി. ഇപ്പോൾ മാരുതി സംവിധാനം ചെയ്ത രാജാ സാബ് എന്ന ഹൊറർ കോമഡി ചിത്രം പ്രഭാസിന്റെ കരിയറിലെ പുതിയൊരു പരീക്ഷണമാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട നായകൻ തന്റെ കുടുംബ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. നർമ്മരംഗങ്ങളിലും പ്രണയ നായകനായും പ്രഭാസ് തിളങ്ങുന്നുണ്ട്. തന്റെ സേഫ് സോണിൽ ആരാധകരെ കയ്യിലെടുക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെല്ലാം ഈ ചിത്രത്തിലുമുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കഥാപാത്രം മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്ന അവസരത്തിലും തന്റെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് പ്രഭാസ്. ആക്ഷൻ രംഗങ്ങളിലെ സ്ക്രീൻ പ്രസൻസും എടുത്തു പറയേണ്ടതാണ്. താരത്തിന്റെ ആരാധകർക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ചിത്രമായാണ് രാജാ സാബ് എത്തുന്നത്. അൽഷിമേഴ്സ് രോഗബാധിതയായ തന്റെ മുത്തശ്ശിയോടൊപ്പം ലളിതമായ ജീവിതം നയിക്കുകയായിരുന്നു രാജാ സാബ്. എന്നാൽ അവന്റെ ജീവിതം പതുക്കെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് വഴിമാറുന്നു. ചെറുപ്പത്തിൽ തനിക്ക് വാക്ക് നൽകി അകന്നുപോയ ഭർത്താവിനെ ഇപ്പോഴും കാത്തിരിക്കുന്നതാണ് രാജാ സാബിന്റെ മുത്തശ്ശി. ഈ മുത്തശ്ശനെ തേടിയുള്ള യാത്രയും പിന്നീട് നടക്കുന്ന ട്വിസ്റ്റും ടോണും ചേർന്നാണ് ചിത്രത്തിന്റെ പ്രമേയം. സിനിമയുടെ രണ്ടാം പകുതിയിലാണ് കഥയ്ക്ക് യഥാർത്ഥ വേഗം കൈവരുന്നത്. രസകരമായ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ നീങ്ങുന്ന കഥ ബോബൻ ഇറാനിയുടെ കഥാപാത്രത്തിന്റെ വരവോടെ പൂർണ്ണമായും ഒരു ത്രില്ലർ ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അവസാനം 40 മിനിറ്റ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സീറ്റഡ് അനുഭവം സമ്മാനിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുമുണ്ട്. അതിശയകരമായ ദൃശ്യങ്ങളും വൈകാരികമായ നിമിഷങ്ങളും ഒത്തുചേരുന്ന ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കും. രാജാ സാബിന്റെ മുത്തശ്ശിയായി എത്തുന്ന സെറീന വഹാബ് കഥാപാത്രത്തെ മികച്ചതാക്കി. അത്ര പ്രാധാന്യമില്ലാത്ത വേഷമാണെങ്കിലും മാളവിക മോഹനും നിധി അഗർവാളും തങ്ങളുടെ ഭാഗം മികവുറ്റതാക്കി. കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാവില്ലെങ്കിലും പതിവ് പോലെ സമൃദ്ധ കനി റോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. സഞ്ജയ് ദത്താണ് ചിത്രത്തിലെ സർപ്രൈസ് എലമെന്റ്. സ്ക്രീനിലെത്തുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സാങ്കേതിക മികവിനെ കുറിച്ച് പരാമർശിക്കാതെ ഈ ചിത്രം പൂർത്തിയാക്കാനാവില്ല. ചിത്രത്തിന് അനുയോജ്യമായ ഫ്രെയിംസ് ഒരുക്കുന്നതിൽ കാർത്തിക് പളനിയുടെ ക്യാമറ നിർണായക പങ്കുവഹിക്കുന്നു. ചുരുക്കത്തിൽ ആരാധകർ ആഗ്രഹിക്കുന്ന റെബൽ സ്റ്റാർ എനർജിയും പുതുമയുള്ള കഥാപരിസരവും രാജാ സാബിനെ ഈ വർഷത്തെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു.